ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ റോസ് ബെറ്റി ബ്ലൂ എന്ന് പറയുന്ന ഒരു ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ ഒരു നല്ലൊരു ബെഞ്ച് ഫ്ലവർ ഉണ്ടായിരുന്നു. 2 ഫ്ലവർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് മൾട്ടി പെറ്റലായതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂവ് ഞാനൊന്ന് കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത്ര നല്ല സൂപ്പറായിട്ടുള്ള പൂവാണ് ഇതിൻ്റെ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിന് പൂവ് വന്ന ബെഞ്ചൊക്കെ ഉണങ്ങിപ്പോയി. എന്നിട്ട് നല്ലൊരു കിക്കി ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? നല്ല റൂട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കിക്കി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 2 പ്ലാന്റ് ആവും. ഇത് നല്ലതായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും കിക്കി വരുമ്പോൾ ഒരേ ഒരു ഷൂട്ട് മാത്രം ഉള്ളെങ്കിൽ നമ്മളത് എടുക്കരുത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ 2 ഷൂട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കിക്കി മാത്രം കട്ട് ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷേ ഓൾറെഡി ഈ പ്ലാന്റ് 2ആയിട്ട് സ്പ്ലിറ്റായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അത് മാത്രം കട്ട് ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ ഫുൾ സെക്ഷനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മദർ പ്ലാന്റ് വേറെ ആയിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു 2-3 ഷൂട്ട് ആയിട്ട് ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പോട്ട് ചെയ്യാം. ഇപ്പോൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിക്കി ഞാൻ തൊണ്ടിൽ പോട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പുളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 2-3 പീസ് എടുത്തിട്ട് ഈ ഒരു പോട്ടിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കണം, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ചെടി അനങ്ങാൻ പാടില്ല. അപ്പോൾ ചെടി അനങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേര് പിടിക്കാനും ഇതിൻ്റെ തുടർന്നുള്ള വളർച്ചയ്ക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊന്നും പിടിച്ച് കിട്ടത്തില്ല. അപ്പം ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അത് മാത്രമാണ് നോക്കുന്നത്. വേറെ ഞാൻ മിക്സ് ഒന്നും ഇതിനകത്ത് എടുക്കുന്നില്ല. ജസ്റ്റ് ഇത് ചെറിയൊരു പ്ലാന്റ് അല്ലേ, അതുകൊണ്ട് ഒരു 3 എക്സ്ട്രാ ഒരു കഷ്ണങ്ങളുണ്ട്. നമുക്കല്ലെങ്കിൽ ഈ 3 വെച്ച് നോക്കിയിട്ട് എക്സ്ട്രാ ഉള്ള കഷ്ണം കൂടെ വെച്ചിട്ട് നല്ലതായിട്ട് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നല്ലതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ജോയിൻ്റ് ഭാഗം നമ്മുടെ പോട്ടിങ്ങിൻ്റെ മുകളിൽ വരുന്ന കണക്ക് വേണം വെക്കാൻ. ഇപ്പം ഞാൻ ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. കണ്ടോ? ഇപ്പം പ്ലാന്റ് അത്യാവശ്യം നല്ല സപ്പോർട്ടോടെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വേര് പിടിച്ചോളും, നല്ലതായിട്ട് വളരുകയും ചെയ്യും. പിന്നെ വലിയ പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി വെച്ചാൽ മതി. കണ്ടോ? ഇതിനി ഒന്ന് താഴെ വീണാലും ഒന്നും പറ്റത്തില്ല. നല്ല ടൈറ്റായിട്ട് ഇതിരിക്കുന്നുണ്ട്. കണ്ടോ? നമുക്ക് തിരിച്ചാലും മറിച്ചാലും ഒന്നും പ്ലാന്റ് ഇളകി പോകത്തില്ല. അപ്പോൾ പോട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ആദ്യം നമ്മൾ വെയിലധികം കിട്ടാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. ഒരു 1-2 ആഴ്ചത്തേക്ക്. അത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ നേരത്തെയൊക്കെ പോട്ട് ചെയ്തതാണ്. കണ്ടോ? നല്ല ബഡൊക്കെ വന്നിപ്പുണ്ട്. ഇതിൽ എത്ര പൂവുണ്ടാവുമെന്ന് അറിയത്തില്ല. ചെറിയ പ്ലാന്റാണ്, പക്ഷേ പെട്ടെന്ന് ബഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ചെയ്തതാണ്. ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും പുതിയൊരു ഷൂട്ട് വന്നിട്ടുണ്ട്. ബഡ് ഉടനെ പ്രതീക്ഷിക്കുന്നു. പിന്നെ തൽക്കാലം നമ്മൾ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ നിന്നാൽ മതി. വെള്ളം മാത്രം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെയാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ സാധാരണ കൊടുക്കുന്ന വളം കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ നല്ലപോലെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് വളരാനും പ്രത്യേകിച്ച് പൂക്കാനും ഒക്കെ നല്ല വളമാണ്. അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതിന് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് നല്ലപോലെ ബഡൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു, ബൈ.